യസ്ര അധ്യായം 2. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദായിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്. സെരുബാബേലിനോടുകൂടെ വന്നവർ യേശുവ, നെഹെമ്യാവ്, സെരായാവ്, രയേലയാവ്, മൊർദെഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായി, രഹൂം, ബാന എന്നിവർ. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്. പരോഷിന്റെ മക്കൾ 2172, ശെഫത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 775. യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത് മോവാബിന്റെ മക്കൾ 2812, ഏലാമിന്റെ മക്കൾ 1254, സത്തൂവിന്റെ മക്കൾ 945, സക്കായിയുടെ മക്കൾ 760, ബാനിയുടെ മക്കൾ 642, ബേബായിയുടെ മക്കൾ 623, അസ്ഗാദിന്റെ മക്കൾ 1222, അദോനിക്കാമിന്റെ മക്കൾ 666, ബിഗ്വായിയുടെ മക്കൾ 2056, ആദീന്റെ മക്കൾ 454, യെഹിസ്ക്യാവിന്റെ സന്തതിയായ ആദേരിന്റെ മക്കൾ 98, ബോസായിയുടെ മക്കൾ 323, യോരയുടെ മക്കൾ 112, ഹാഷൂമിന്റെ മക്കൾ 223, ഗിബ്ബാരിന്റെ മക്കൾ 95, ബേത്ലഹേമ്യർ 123, നെത്തോഫാത്യർ 56, അനാഥോത്യർ 128, അസ്മാവേത്യർ 42, കിരിയത്ത് യെയാരീം, കെഫീര, ബേറോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമയിലെയും ഗേബയിലെയും നിവാസികൾ 621, മിക്മാശ്യർ 122, ബേഥേലിലെയും ഹായിയിലെയും നിവാസികൾ 223, നെബോ നിവാസികൾ 52, മഗ്ബീഷിന്റെ മക്കൾ 156, മറ്റേ ഏലാമിന്റെ മക്കൾ 1254, ഹാരീമിന്റെ മക്കൾ 320, ലോദ്, ഹാദീദ്, ഓനോ എന്നിവയിലെ നിവാസികൾ 725, യെരിഹോ നിവാസികൾ 345, സെനായ നിവാസികൾ 3630. പുരോഹിതന്മാരാവിത്. യേശുവയുടെ ഗൃഹത്തിലെ യെദയ്യാവിന്റെ മക്കൾ 973, ഇമ്മേരിന്റെ മക്കൾ 1052, പശൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017. ലേവ്യർ. ഹോദവ്യാവിന്റെ മക്കളിൽ യേശുവയുടെയും കദ്മിയേലിന്റെയും മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ ശല്ലൂമിന്റെ മക്കൾ, ആദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ, ഇങ്ങനെ ആകെ 139. ദേവാലയ ദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബ്ബായോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സിയാഹയുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹാഗാബിന്റെ മക്കൾ, ശൽമായുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗഹരിന്റെ മക്കൾ, രയായാവിന്റെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസ്സയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, അസ്നയുടെ മക്കൾ, മെയൂന്യർ, നെഫീസ്യർ, ബക്ബുക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബസ്ലൂത്തിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമഹിന്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹത്തീഫയുടെ മക്കൾ, ശലോമോന്റെ ദാസന്മാരുടെ മക്കൾ, സോദായുടെ മക്കൾ, ഹസോഫേരത്തിന്റെ മക്കൾ, പെരൂദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ശെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പോക്കേരത്ത് ഹസബയീമിന്റെ മക്കൾ, ആമിയുടെ മക്കൾ, ദേവാലയ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽ മേലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദാൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രായേല്യർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ,
നെക്കോദയുടെ മക്കൾ ആകെ 652. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിന്റെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലെയാദ്യനായ ബർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുത് എന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭ ആകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പിതൃഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കിൽ എത്തിയപ്പോൾ അവർ ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്കു തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനെ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദൈവാലയ ദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രായേല്യരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു.